ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇത് എൻ്റെ പേരിലുള്ള ഒരു ദിവസത്തെ വീഡിയോ ഇങ്ങനെ ഇപ്പോൾ സ്കൂൾ തുറക്കാനായാലും ഇപ്പോൾ ഇത് കുറേ മുമ്പ് എടുത്തിട്ട് വെച്ച വീഡിയോ. അപ്പോൾ എൻ്റെ ഫോൺ ശരി ഉണ്ടായിട്ട് അങ്ങനെ വീഡിയോ ഇടാൻ ലേറ്റായി. അപ്പോൾ ഇത് സ്കൂൾ തുറക്കുന്നതിന് ഒരു ദിവസം മുമ്പത്തെ വീഡിയോ. അപ്പോൾ ഞാനും എൻ്റെ വലിയ സിസും എൻ്റെ പുരയിൽ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച വീഡിയോ. അപ്പോൾ ഇതെൻ്റെ പുരൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ആവശ്യത്തിനുള്ളതെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഞാൻ രാവിലെ എണിച്ചിട്ടാകുമ്പോൾക്ക് അതിലേ നടന്നുകൊണ്ട് പോയിട്ടെല്ലാം നോക്കിയിട്ടെല്ലാം വന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് മേങ്ങിയ ചാമ്പക്കാൻ്റെ തൈ. അപ്പോൾ അതും എല്ലാം നോക്കിയിട്ട് രാവിലെ തന്നെ ഫുള്ള് നടന്നിട്ട് എല്ലാം ഉമ്മ നട്ടുപിടിപ്പിച്ചതെല്ലാം നോക്കിയിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഏട്ടത്തിയെല്ലാം കുറേ വർഷമായി തോന്നുന്നു ഒന്നിച്ച് നിന്നിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നപ്പോൾ ഓളും കൂടിയിട്ട് വന്നു. പിന്നെ രാവിലത്തെ കറിക്കുള്ള പ്രിപ്പറേഷന്, ഉച്ചക്കുള്ള പ്രിപ്പറേഷന് അങ്ങനെ ഉമ്മ ഓളെല്ലാം കൂടിയിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ അങ്ങനെയല്ല. ഞാൻ പിന്നെ എൻ്റെ പുരയിൽ പോയെങ്കിൽ കുറച്ച് മടിച്ചാവും അങ്ങനെ ഒരു പണിയെടുക്കാറ്. ക്ലീനിങ് അങ്ങനെയെല്ലാം ആക്കി കൊടുക്കാം. പിന്നെ ഫുഡിൻ്റെ പണിക്കൊന്നും അങ്ങനെ അധികം പോവലില്ല. അപ്പോൾ ഓള് വന്നെങ്കിലെല്ലാം ചെയ്യും വലിയേട്ടത്തി. അങ്ങനെ ചിക്കൻ കറി എൻ്റെ വലിയേട്ടത്തി റെഡിയാക്കിക്കൊണ്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ ചെറിയ മോളും പിന്നെ എൻ്റെ രണ്ടാമത്തെ ഏട്ടത്തിൻ്റെ മോളും, മൂന്നാണും ഒരു പെണ്ണും. അങ്ങനെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ചോറും അതെല്ലാം ഉച്ചക്ക് ഉണ്ടായത്. ചെറിയ പിള്ളേരെല്ലാം ഒരു സൈഡ് കളിച്ചുകൊണ്ടുണ്ട്. പിന്നെ ഈവനിങ് ആയപ്പോൾ ചായ വെച്ച് അങ്ങനെ ചായക്കുള്ളതെല്ലാം റെഡിയാക്കിയപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒന്നും ഉണ്ടായി. അതെല്ലാം കൂട്ടിയിട്ട് ചായ കുടിച്ച് രാത്രിക്ക് ബീഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ബീഫ് കറിയും പത്തിരിയെല്ലാം ചൂടാന്ന് വിചാരിച്ചിട്ട് ഏട്ടത്തി അതെല്ലാം റെഡിയാക്കി. അങ്ങനെ അപ്പോൾ രാത്രിയാകുമ്പോൾ ഞങ്ങൾ രണ്ടാളും പോവും. ഇനി അപ്പോൾ ഒന്നിച്ചിട്ട് നിൽക്കുന്നത് അറിയാൻ. അങ്ങനെ മക്കൾക്ക് സ്കൂളായതിനു ശേഷം എല്ലാം നിൽക്കാനുള്ള അങ്ങനെ പറ്റാതായി ഒന്നിച്ചിട്ട്. അപ്പോൾ സിസ് പത്തരയിൽ ചുട്ടിട്ട് റെഡിയാക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കറിവേപ്പില കൊണ്ടുവന്നിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈവനിങ് ചായക്കെല്ലാം ഉണ്ടായി ബേക്കറി ഐറ്റംസ്. പിന്നെ ഓള് ജോബാക്കുന്നുണ്ട്. അങ്ങനെ വണ്ടീനെല്ലാം ഓളെ സ്കൂട്ടീനെ കയറ്റി വെക്കണം, ഓളും മോളും കൂടിയിട്ട്. ഇപ്പോൾ രാത്രിയാകുമ്പോഴൊക്കെ ഞങ്ങൾ പോവും. എൻ്റെ ഉമ്മ എനിക്ക് ചെടിയെല്ലാം ഇഷ്ടമാകുമ്പോൾ ചിക്കുൻ്റെ ചെടി എല്ലാം വാങ്ങിയിട്ട് കൊണ്ടുവന്നപ്പോൾ എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ട്.